പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മക്കളെ, 9-ാം തീയതി വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസന അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കൃപാസന മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ലക്ഷോപലക്ഷം ജപമാലകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ മക്കളുടെ യാത്രാ വഴികളെ ആശീർവദിക്കണമേ. അവർ ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പം ഈ നിമിഷം അങ്ങ് ദൂരീകരിക്കണമേ. എന്ത് വിഷയത്തെക്കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്കടപ്പെടുന്നത്, ആ മേഖലകളിൽ കർത്താവെ കൊടുങ്കാറ്റടിക്കുമ്പോൾ
കാർമേഘം തുരത്തപ്പെടുന്ന പോലെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിൻ്റെ സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും ക്ഷീണങ്ങളുടെയും ക്ലേശങ്ങളുടെയും മേഘങ്ങൾ അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ കാനായിലെ കല്യാണ കുടുംബത്തെ കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് നിൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ എല്ലാ വിഷയത്തിൻ്റെ മേലും മാധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നിൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ, നിൻ്റെ ജീവിതം, നിൻ്റെ ജീവിതയാപന മേഖലകൾ, നിൻ്റെ ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നിൻ്റെ ജോലികൾ, അതുപോലെ നിൻ്റെ കാർഷിക ഭൂമികൾ. മഴ മറിച്ചും തിരിച്ചും പെയ്യണ കാരണം ഒരിക്കലും നമ്മുടെ കാർഷിക മേഖല ശരിക്കും അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃമികീടങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് നിശ്ചയ സമയത്ത് മഴ വരികയും നിശ്ചയ സമയത്ത് വെയിൽ വരികയും ഒക്കെ ചെയ്തിട്ട് ആകപ്പാടെ ഒരു കാർഷിക മേഖല അൺപ്രഡിക്റ്റബിളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയും നമ്മുടെ കടവും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പ്രവചനാതീതമായി മാറുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം ഇതിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മത്സ്യമേഖലയെ പ്രവർത്തിക്കുന്നവരും മത്സ്യമേഖലയെ കൊണ്ട് മാത്രം ജീവിക്കുന്ന അനേക ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്, നമ്മുടെ നാട്ടിലുള്ളത്. അവരെല്ലാം അവർ കടങ്ങൾ കയറി മുടിഞ്ഞവരുണ്ട്, അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട്, അവർ വിറ്റുമാറ്റാൻ വെള്ളവും വിലയും വിറ്റുമാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ചെറിയ തൊഴിലേക്കോ വലിയ തൊഴിലേക്കോ ചുവടുമാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവ് ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ, ഉദ്യോഗസ്ഥർ, അതുപോലെ അവർക്കുണ്ടാകുന്ന പ്രൊമോഷൻസ്, PR, അവരുടെ പരീക്ഷകൾ, ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ വീട്ടിൽ ഹെൽഡായി പോകുന്നു. അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും, ചിലരുടെ റിപ്ലൈ കിട്ടിയില്ല, ചിലർക്ക് അവർ കത്ത് വിട്ടിട്ടുണ്ട്, അവർ ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കമ്പനി റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലോസ് ആയിട്ടുള്ളവർ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് മറുപടി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മേഖലകളെല്ലാം ചില പ്രമാണം കുടുങ്ങിപ്പോയിരിക്കുന്നു, പ്രമാണം നടക്കുന്നില്ല, അതുപോലെ പ്രമാണം നടത്തിക്കുന്നില്ല, ഭാഗോടമ്പടി നടക്കുന്നില്ല, ഭാഗോടമ്പടി നടത്തിക്കുന്നില്ല, അങ്ങനെ തടസ്സം നിൽക്കുന്നവർ, ഇങ്ങനെ വിവാഹം നടക്കണില്ല, വിവാഹം നടത്തിക്കണില്ല, കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല, വീട് വെക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ജീവിത ഭൗതിക മണ്ഡലങ്ങളിലെ ദുരിതങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് വിഷയം എന്ന് വെച്ചാൽ യോഹന്നാൻ 6:27 പിതാവായ ദൈവം എന്നിൽ അംഗീകാരമുദ്ര ചാർത്തിയിരിക്കുന്നതാണ്. അംഗീകാരമുദ്ര എന്ന് പറയുന്നത് സ്വീകാര്യതയാണ്. സ്വീകാര്യത, അംഗീകാരമുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടത്തുള്ളൂ. ഇപ്പം ഈ അംഗീകാരമുദ്ര എങ്ങനെ വന്നാന്നറിയാവാ? ഈ ലേവായ പുസ്തകം 9:2 ഊനമറ്റതെന്നും പറഞ്ഞൊരു പ്രത്യേക വചനമുണ്ട്. നമുക്കത് വായിക്കാം. അവൻ അഹറോനോട് പറഞ്ഞു പാപപരിഹാര ബലിക്കായി ഊനമറ്റൊരു കാളക്കുട്ടിയെയും ദഹന ബലിക്കായി ഊനമറ്റൊരു മുട്ടാടിനെയും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അപ്പൊ എന്താ പ്രശ്നം വെച്ചാല്, കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് കായന്റെ ബലി പോലെ വരരുതെന്നുള്ളതാണ്. കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ലല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ ചില കൊമ്പൊടിഞ്ഞാട്, കോങ്കണ്ണുള്ള ആട്, ചട്ടുള്ള ആട്, മുടന്തുള്ള ആട്, അതിനെ കൊണ്ടുവരാതിരിക്കാനാണ് ഊനമറ്റതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് കൊടുക്കേണ്ടത് ശ്രേഷ്ഠവും നന്മയുള്ളതും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം. അതിനുവേണ്ടി ഇവർ ദേവാലയത്തിൻ്റെ കൗണ്ടറിൽ സീൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആടിനെ കൊണ്ടുവന്ന ആടിനെ ഇവർക്ക് ആട് കൊമ്പുണ്ട, കണ്ണുണ്ട, കോങ്കണ്ണുണ്ട, ചട്ടുണ്ട പറഞ്ഞത് അവിടുത്തെ ആ കൗണ്ടറിൽ അത് പരിശോധിക്കും. നല്ല ലക്ഷണത്ത ആടാണെങ്കിൽ അവർ ആടിൻ്റെ പുറത്ത് സീൽ ചെയ്യും. അതിന് മാത്രമേ അൾത്താറെ സ്വീകരിക്കത്തുള്ളൂ. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് കർത്താവ് പറയണത് പാപപരിഹാര ബലിക്ക് എനിക്ക് അംഗീകാരമുദ്ര ചാർത്തിയിരിക്കണം എന്ന് പറയണം. അപ്പോൾ അത് കർത്താവ് ആ കാര്യത്തെ കുറിച്ച് കോൺഷ്യസ് ഉള്ള ആളായിരുന്നു. എന്താണ്? കുരിശിലെ ബലിയെക്കുറിച്ച് നല്ല കോൺഷ്യസ് ആണ്. യോഹന്നാൻ 6:27
പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഇതാ ഈ മുദ്ര, അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നത്. മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ ഹോമയാഗങ്ങൾ സംപ്രീതനായില്ലേ നമ്മൾ വായിച്ചില്ലേ. അത് ഊനമറ്റ സംഭവം ആയതുകൊണ്ടും മൃഗബലി ആയതുകൊണ്ടുമാണ്. മൃഗബലി മനുഷ്യൻ ചെയ്ത പാപത്തിന് മൃഗങ്ങൾ എന്ത് പിഴച്ച്, അതാണ് ആ ഒരു ലോജിക്ക്. സങ്കീർത്തനം 46 വായിച്ചേ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അതായത് ലക്ഷണമൊത്ത ആടെന്ന് പറഞ്ഞ ആരാണെന്നറിയാവോ? ദൈവത്തിന്റെ ഹിതം സന്തോഷത്തോടെ നിറവേറ്റുന്നതാണ്. ഇപ്പൊ ദൈവത്തിന്റെ ഹിതം നമുക്ക് എങ്ങനെയും നിറവേറ്റാം. ചില ആൾക്കാർ കാര്യങ്ങളൊക്കെ ചില സഹകരണങ്ങളൊക്കെ എടുക്കും, പക്ഷെ പിറുപിറുക്കും. അപ്പൊ അതിന്റെ ലക്ഷണമൊത്ത സ്വഭാവം പോവും, കാര്യം സീൽ കിട്ടത്തില്ല. അതിനെ ദൈവത്തിന്റെ കർത്താവ് എന്താ, ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പം ഈ ഇഷ്ടം നിറവേറ്റാളിൻ്റെ മൗലിക വികാരം എന്തായിരിക്കണം? നിരാശയും പിറുപിറുപ്പും അല്ല, സന്തോഷമായിരിക്കണം. അപ്പം ഞാൻ ചില ഓട്ടിസമൊക്കെ ബാധിച്ച അമ്മമാർ വരുമ്പോഴേ ഞാൻ അവരോട് പറയും, നിങ്ങൾ സന്തോഷമായിരിക്കാൻ വേണ്ടി ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ കാര്യം? കർത്താവിൻ്റെ കുരിശ് മാറ്റപ്പെടാത്ത ഈ യാഥാർത്ഥ്യത്തെ ദൈവസ്നേഹത്തിൽ അക്സെപ്റ്റ് ചെയ്യണം, പിറുപിറുപ്പില്ലാതെ. അപ്പോഴാണ് നമ്മൾ സ്വീകാര്യമാകണത്, മുദ്ര വെക്കണം. അപ്പം എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി സന്തോഷത്തോടെ ദൈവനാമത്തെ ഏറ്റെടുക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.